ഇന്നത്തെ കാലത്ത് ചുറ്റിലും ഒന്ന് നോക്കൂ. എത്ര അധികം സൗകര്യങ്ങൾ, ടെക്നോളജി വളർന്നു, ആഡംബരങ്ങൾ വർദ്ധിച്ചു. എല്ലാം നമ്മുടെ വിരൽ തുമ്പിൽ തന്നെ. എന്നിട്ടും എന്തുകൊണ്ടാണ് മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും വർദ്ധിക്കുന്നത്? കാരണം നമ്മൾ പുറം ലോകത്തേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. സ്വയം ആരാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ സന്തോഷവും സമാധാനവും സ്വാഭാവികമായി ജീവിതത്തിൽ പ്രകടമാകും. ബാല്യകാലം മുതൽ നമ്മുടെ ഉള്ളിൽ ധരിപ്പിക്കപ്പെട്ട എൻ്റെ പേര്, എൻ്റെ നിറം, എൻ്റെ മതം, എൻ്റെ രൂപം, പിന്നെ നേടിയെടുക്കുന്ന യോഗ്യതകൾ, പദവി, പ്രൊഫഷൻ, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് മനുഷ്യൻ വിചാരിക്കുന്നു. എന്നാൽ സത്യം മറ്റൊന്നാണ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ നാം നിൽക്കുമ്പോൾ അതിൽ കാണപ്പെടുന്നത് ഭൗതിക ദേഹം മാത്രമാണ്. എന്നാൽ ഈ ദേഹത്തെ ജീവസുറ്റതാക്കി മാറ്റുന്നത് ഒരു ചൈതന്യ ശക്തിയാണ്. ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ശക്തിയെ ആത്മാവ് എന്ന് പറയുന്നു. ആത്മാവ് ഒരു സൂക്ഷ്മ ജ്യോതിസാണ്, ശാന്തസ്വരൂപമാണ്, സുഖസ്വരൂപമാണ്, ആനന്ദസ്വരൂപമാണ്. ആത്മാവിന് പ്രവർത്തിക്കാനുള്ള ഒരു താൽക്കാലിക ഉപകരണമാണ് ശരീരം. മനുഷ്യൻ നശ്വരമായ ശരീരവും അനശ്വരമായ ആത്മാവും തമ്മിലുള്ള സമന്വയമാണ്. ബ്രെയിൻ ശരീരത്തിൻ്റെ കേന്ദ്ര നിയന്ത്രണ സംവിധാനമാണ്. ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് ആത്മാവാണ്. ആത്മാവിനെയും ബ്രെയിനിനെയും കൂട്ടിയിണക്കുന്നത് മനസ്സാണ്. മനസ്സിൽ ഉയരുന്ന ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇവ ശരീരത്തിലൂടെ പ്രകടമാകുന്നു. ബ്രെയിനിൻ്റെ കെമിസ്ട്രി ഇത് സാധ്യമാക്കുന്നു. ശരീരം ഒരു രഥമാണെങ്കിൽ രഥത്തെ വലിക്കുന്ന കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. ദേഹമാകുന്ന രഥം ആത്മാവാകുന്ന സാരഥിയെ വഹിച്ചുകൊണ്ടാണ് ജീവിത വീഥിയിലൂടെ സഞ്ചരിക്കുന്നത്. സാരഥി കുതിരകളെ വേണ്ടവണ്ണം നിയന്ത്രിച്ചു കൊണ്ടുപോകുമ്പോൾ ലക്ഷ്യത്തിലെത്തുന്നു. അതുപോലെ നാം ഓരോരുത്തരും സത്ചിന്തകളും സദ്ബുദ്ധിയുമാകുന്ന കടിഞ്ഞാൺ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മുന്നോട്ടു പോവുകയാണെങ്കിൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ശരീരം എന്നാൽ ഉണ്ടായി നശിക്കുന്നത് എന്നാണ് അർത്ഥം. ആത്മാവ് നശിക്കുന്നില്ല, അനശ്വരമാണ്. വേഷങ്ങൾ മാറുന്ന ഒരു അഭിനേതാവിനെ പോലെ ആത്മാവ് ദേഹങ്ങൾ മാറി അതിൻ്റെ യാത്ര തുടരുന്നു. നമ്മൾ ജീവിക്കുന്ന ഭൂമി, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ, ഇവയെല്ലാം ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ലോകം ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. വ്യത്യസ്ത മാനങ്ങളുള്ള 3 ലോകങ്ങളുണ്ട്. സാകാര ലോകം, സൂക്ഷ്മലോകം, നിരാകാര ലോകം. നമ്മൾ നിവസിക്കുന്ന ഭൂമി, ആത്മാവ് അതിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായി എത്തുന്ന ജീവിതവേദിയാണ്. ഈ കർമ്മഭൂമിയിൽ ദേഹം സ്വീകരിച്ച് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അനുസരിച്ച് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുമുപരി ശ്വേത ദിവ്യ പ്രകാശ നിർമ്മിതമായ ഒരു ലോകമുണ്ട്. അതിനെ സൂക്ഷ്മലോകം എന്ന് പറയുന്നു. രാജയോഗ ധ്യാനത്തിൽ വിശേഷ പ്രസക്തി ഉള്ളതാണ് സൂക്ഷ്മലോകം. സൂക്ഷ്മലോകത്തിനും ഉപരിയായ ലോകമാണ് നിരാകാര ലോകം. അനന്തമായ ശാന്തി നിറഞ്ഞതും സർവത്ര സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞതുമായ ഈ ലോകം ആത്മാക്കളുടെ ലോകമാണ്. കാലം അപ്രസക്തമായിരിക്കുന്ന
ഈ സമ്പൂർണ്ണ നിശബ്ദത നിറഞ്ഞ ലോകം സർവശക്തനും പരമജ്യോതിയുമായ സർവ ആത്മാക്കളുടെയും പരമപിതാവായ പരമാത്മാവിൻ്റെ ദിവ്യ നിവാസ സ്ഥാനമാണ്. ഈ നിരാകാരി ലോകത്തിൽ നിന്നുമാണ് ആത്മാവ് ഈ ഭൂമിയിൽ വന്നത്. ആ പരമമായ ധാമത്തിലേക്ക് തന്നെയാണ് കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ ആത്മാവിന് തിരികെ മടങ്ങേണ്ടത്. ഈശ്വരൻ മനുഷ്യൻ സൃഷ്ടിച്ച സങ്കല്പമല്ല, ഭാവനാത്മകമായ ചിന്താധാരകളിൽ മാത്രം ഒതുങ്ങുന്ന ഏതെങ്കിലും പ്രതീകമല്ല. ഈശ്വരൻ ശാശ്വത സത്യമാണ്, ദിവ്യ ജ്യോതിസാണ്, സർവശക്തിവാനാണ്, കാലത്തിനും അതീതമാണ്, ജനന മരണ രഹിതനാണ്. ഈ ദൃശ്യ പ്രപഞ്ചത്തിനുമപ്പുറം ബ്രഹ്മലോകം എന്ന ദിവ്യധാമത്തിൽ ഒരു ദിവ്യ പ്രകാശമായി വിളങ്ങുന്ന ഈശ്വരൻ അഥവാ പരമാത്മാവ് ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. ഈശ്വരൻ ഏകമാണ്. പല നാമങ്ങളിൽ മനുഷ്യർ ഈശ്വരനെ വിളിക്കുന്നുവെങ്കിലും ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ദിവ്യ ബുദ്ധിയിലൂടെയും സാക്ഷാത്കാരത്തിലൂടെയും മാത്രമേ പരമാത്മാവിനെ ദർശിക്കുവാൻ കഴിയൂ. അതിനാൽ ഈശ്വരനെ പ്രതീകങ്ങളിലൂടെ ഓർമ്മിക്കുന്നതിന് അനുകൂലമാക്കി മനുഷ്യർ ഓർമ്മിക്കുന്നു. ഇങ്ങനെ പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഭാവനാത്മകമായ ഒരു പ്രതീകമാണ് ശിവലിംഗം. ശിവൻ എന്നാൽ മംഗളകാരി എന്നർത്ഥം, ലിംഗം എന്നാൽ അടയാളം എന്നർത്ഥം. സൂര്യൻ ആകാശത്ത് ഒരു സ്ഥാനത്ത് നിലകൊള്ളുന്നു. സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുകയല്ല, മറിച്ച് സൂര്യൻ്റെ പ്രകാശവും ഊർജവും ലോകത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അത് നമുക്ക് എവിടെയിരുന്നും അനുഭവിക്കുവാൻ കഴിയുന്നു. അതുപോലെ നിരാകാര ലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരൻ്റെ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും തരംഗങ്ങൾ എവിടെയിരുന്നും നമുക്ക് ധ്യാനത്തിലൂടെ അനുഭവിക്കുവാൻ കഴിയും. അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞതും സത്യധർമ്മങ്ങൾ ക്ഷയിക്കുന്നതുമായ കലിയുഗാന്ത്യത്തിൽ സുഖദാതാവും പാപവിമോചകനുമായ പരമാത്മാവിൻ്റെ ദിവ്യവും മംഗളകരവുമായ അവതരണം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. അതിലൂടെ മനുഷ്യാത്മാക്കൾ ദുഃഖ അശാന്തികളിൽ നിന്നും നിവൃത്തരായി മുക്തിയും ജീവൻ മുക്തിയും പ്രാപിക്കുന്നു. രാജയോഗ ധ്യാനം സ്വയം അറിയുവാനും ചിന്തകളെ ശുദ്ധീകരിക്കുവാനും ജീവിതം സന്തോഷപൂർണമാക്കുവാനുമുള്ള അതിമനോഹരമായ ഒരു കലയാണ്. സർവയോഗങ്ങളുടെയും രാജാവ് എന്ന അർത്ഥത്തിൽ ഇതിനെ രാജയോഗം എന്ന് പറയുന്നു. യോഗം എന്ന വാക്കിൻ്റെ ഉത്ഭവം യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം കൂടിച്ചേരുക അഥവാ യോജിക്കുക എന്നാണ്. സൗകര്യപ്രദമായ ഒരു സ്ഥാനത്ത് ശരീരത്തിന് അയവ് വരുത്തി ഇരിക്കുക. മനസ്സിനെ ഉണർവോടെ നിലനിർത്തി ബാഹ്യമായ ചിന്തകളെ ബോധപൂർവം മറന്ന് ഒരു സാക്ഷിയായി സ്വയം നോക്കിക്കാണുക. ഒരു ദിവ്യ പ്രകാശ ബിന്ദുവായി ആത്മജ്യോതിയെ വിഭാവന ചെയ്യൂ. ചിന്തിക്കൂ, ഞാൻ ഒരു ശാന്ത സ്വരൂപമായ ആത്മാവാണ്.
തൻ്റെ ആത്മീയ സ്വരൂപത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കൂ. ഞാൻ ഈ ഭൗതിക ശരീരമല്ല, മറിച്ച് ശരീരത്തെ നിയന്ത്രിക്കുന്ന ആത്മാവാണ്. ശാന്തി എൻ്റെ സ്വധർമ്മമാണ്. എൻ്റെ മനസ്സ് നിർമ്മലവും ശാന്തവുമാണ്. മനസ്സിനെ സ്വർണ്ണ ചുവപ്പ് പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആത്മലോകത്തിലേക്ക് കൊണ്ടുപോകൂ. ആ ദിവ്യ പ്രകാശമായ ലോകത്തിൽ പരമാത്മാവിൻ്റെ ദിവ്യ സ്വരൂപം ദർശിക്കൂ. ആത്മാവായ ഞാൻ ഇപ്പോൾ പരമാത്മാവിന് സമീപം സ്ഥിതി ചെയ്യുകയാണ് എന്ന് വിഭാവന ചെയ്യൂ. ചിന്തിക്കൂ, ആ പരമപ്രകാശത്തിൽ നിന്നും ശാന്തിയും ശക്തിയും സ്നേഹവും സുഖവും ആനന്ദവും എന്നിലേക്ക് പ്രവഹിക്കുകയാണ്. എന്നിൽ സർവ ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും നിറയുന്നു. ഇങ്ങനെ പരമാത്മാവാകുന്ന ദിവ്യ സ്രോതസ്സിൽ നിന്നും ആത്മീയ ഊർജം സ്വീകരിക്കണം. ആത്മബോധത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഗുണങ്ങളുടെയും ശക്തികളുടെയും പരമസ്രോതസ്സായ ഈശ്വരനുമായി മാനസികമായ കൂടിച്ചേരൽ അഥവാ മനസ്സിൻ്റെ ബന്ധം യോജിപ്പിക്കുന്നതാണ് രാജയോഗം. ദിവസേന ഉണരുമ്പോഴും പകൽ സമയത്ത് ലഭിക്കുന്ന ചെറിയ ഇടവേളകളിലും ഉറങ്ങുന്നതിന് മുൻപും അല്പസമയം പരമാത്മാവുമായി മനസ്സിനെ യോജിപ്പിക്കുന്ന ഈ അഭ്യാസം ചെയ്യണം. ഇത് മനസ്സിൻ്റെ ഭാരങ്ങൾ മാറ്റി ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു നവോന്മേഷം പ്രദാനം ചെയ്യും. പ്രപഞ്ചത്തിലെ ഗാലക്സികളുടെ ചലനം മുതൽ മനുഷ്യ ഹൃദയത്തിൻ്റെ സ്പന്ദനം വരെ എല്ലാം നിശ്ചിത നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഓരോ മനുഷ്യൻ്റെയും ജനനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സാമ്പത്തിക ചുറ്റുപാടിൽ, ഒരു പ്രത്യേക മാതാപിതാക്കളുടെ അടുത്ത് ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല. സംഭവിക്കുന്ന ഏതൊന്നിന് പിന്നിലും ഒരു കാരണം ഉണ്ടാകും. ഇതിൻ്റെ കാരണത്തെ കർമ്മനിയമം വ്യക്തമായി വിശദീകരിക്കുന്നു. കർമ്മനിയമം പ്രകൃത്യാ ഉള്ള ഒരു നീതി ന്യായ വ്യവസ്ഥയാണ്. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ചെയ്യുന്ന കർമ്മത്തിന് അനുയോജ്യമായ ഫലം ലഭിക്കുന്നു എന്നർത്ഥം. ഒരു വിത്ത് വിതച്ചാൽ ആ വിത്തിൻ്റെ ഗുണനിലവാരം പോലെയായിരിക്കും വൃക്ഷത്തിൽ നിന്നും ലഭിക്കുന്ന ഫലം. നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾ പോലെയാണ്. സ്നേഹം വിതച്ചാൽ സ്നേഹം ലഭിക്കും. സമാധാനം നൽകിയാൽ സമാധാനം ലഭിക്കും. മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന കർമ്മങ്ങൾ അശാന്തിയും ദുഃഖാനുഭവങ്ങളും ഉണ്ടാകുവാൻ കാരണമാകുന്നു. വിതച്ച വിത്തിൻ്റെ ഫലം ഉടനെ ലഭിക്കുന്നില്ല. അതുപോലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അതേ ജന്മത്തിൽ തന്നെ അനുഭവിക്കണമെന്നില്ല. ഒരു ജന്മത്തിൽ അനുഭവിച്ചു തീരാത്ത ഫലങ്ങൾ വരും ജന്മങ്ങളിൽ പിന്തുടരുന്നു. നമ്മുടെ ഇന്നലെയുടെ പ്രതിഫലനമാണ് ഇന്നത്തെ ജീവിതാനുഭവങ്ങൾ എന്നിരിക്കെ ജീവിതത്തിലെ ദുരനുഭവങ്ങൾക്ക് നാം ഈശ്വരനെ എന്തിനു പഴിക്കണം? ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാറ്റാൻ കഴിയാത്ത വിധിയായി പലരും വിശ്വസിക്കുന്നു. സാഹചര്യങ്ങളാണ് വിധി. എന്നാൽ അതിനെ എങ്ങനെ സമീപിക്കണം എന്നത് നമ്മുടെ കൈകളിലാണ്. സ്വതന്ത്രമായ ഇച്ഛാശക്തി ഉപയോഗിച്ച്
പ്രതികൂല സാഹചര്യങ്ങളെയും അനുകൂലമാക്കിയെടുക്കാൻ കഴിയും. പ്രപഞ്ചത്തെ നയിക്കുന്ന ആത്യന്തിക ശക്തിയാണ് കാലം. പ്രകൃതിയിൽ നോക്കൂ. കാലമനുസരിച്ച് വസന്തകാലം, വേനൽക്കാലം, മഴക്കാലം, ശിശിരകാലം എന്നിങ്ങനെ ഋതുക്കൾ മാറുന്നു. അതേപോലെ ഈ സൃഷ്ടിയും വ്യത്യസ്ത ഗുണനിലവാരങ്ങളുള്ള 4 യുഗങ്ങളിലൂടെ കടന്നു പോകുന്നു. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഭൂമിയുടെ സുവർണ കാലഘട്ടമാണ് സത്യയുഗം അഥവാ ഗോൾഡൻ ഏജ്. സാത്വിക ഗുണങ്ങൾ മനുഷ്യരിൽ കലർപ്പില്ലാതെ പ്രകാശിക്കുന്ന യുഗമാണിത്. ഇവിടെ മനുഷ്യാത്മാക്കൾ സമ്പൂർണ്ണ ഗുണങ്ങൾ നിറഞ്ഞവരാണ്. അത് കാരണം സുഖവും ശാന്തിയും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ പ്രസന്നാത്മക ജീവിതം നയിക്കുന്ന യുഗമാണിത്. പിന്നെ കാലം ത്രേതായുഗത്തിലേക്ക് കടക്കുന്നു. സത്യയുഗത്തോളം ഇല്ലെങ്കിലും ഇതും പവിത്രതയും സാത്വികതയും പ്രതിഫലിക്കുന്ന സന്തുലിതമായൊരു കാലഘട്ടമാണ്. കാലം അടുത്ത യുഗമായ ദ്വാപരയുഗത്തിലേക്ക് കടക്കുമ്പോൾ ദ്വൈതം ഉയർന്നു വരുന്നു. മനുഷ്യാത്മാക്കളിൽ അഭിലാഷങ്ങൾ ഉത്തേജിപ്പിക്കുന്ന വികാരശക്തി ഉടലെടുക്കുന്നു. ദുഷ്ടപ്രവൃത്തികൾ വർദ്ധിക്കുന്നു. അത് ദുഃഖത്തിന് കാരണമാകുന്നു. ദുഃഖനിവൃത്തിക്കായി ഈശ്വരനെ തിരയുകയും ഈശ്വരാരാധനയുടെ ഭക്തി സമ്പ്രദായങ്ങൾ വളർന്നു വരികയും ചെയ്യുന്നു. കാലം കലിയുഗത്തിലേക്ക് കടക്കുന്നു. തമോ ഗുണം വർദ്ധിച്ചു വരുന്ന യുഗമാണിത്. സാങ്കേതിക വിദ്യകൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നുവെങ്കിലും ഇന്ദ്രിയ സുഖങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ജീവിതം പല പല സംഘർഷങ്ങൾക്കും കുഴപ്പങ്ങൾക്കും തകർച്ചകൾക്കും കാരണമാകുന്നു. കലിയുഗത്തിൻ്റെ അന്തിമത്തിൽ മനുഷ്യാത്മാക്കളിലും പ്രകൃതിയിലും മഹത്തായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു. ഈ പരിവർത്തനത്തിനു ശേഷം വീണ്ടും സത്യയുഗം അഥവാ സ്വർഗം ഭൂമിയിൽ ആവിർഭവിക്കുകയും ചെയ്യുന്നു. ഈ എക്സിബിഷൻ അറിവ് പകരുക എന്നത് മാത്രമല്ല ലക്ഷ്യമാക്കുന്നത്. അറിവിനെ ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് ശാന്തിയും സമാധാനവും നേടിത്തരും. നാം ഓരോരോ മനുഷ്യരും സ്വന്തം ജീവിതം നന്മ നിറഞ്ഞതാക്കണം. ആ നന്മയുടെ അലകൾ നന്മ നിറഞ്ഞ സമൃദ്ധമായ ഒരു ലോകം സംജാതമാക്കും.